എല്ലായിടത്തും അറച്ചറച്ച് നിൽക്കുന്നവരാണോ? വായ തുറന്ന് സംസാരിക്കേണ്ട ഇടത്ത് കാര്യങ്ങൾ പറയണം എന്ന അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു വാക്ക് പോലും പറയാനോ മിണ്ടാനോ പറ്റാണ്ടിരിക്കണത് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കണത് എവിടെയാണെന്നറിയോ? ജോലി ചെയ്യണ സ്ഥലത്തായിരിക്കും. ഇപ്പോൾ ഒരു ടീം മീറ്റിംഗ് ഒക്കെ നടക്കണ സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തരാം, ഒരു ആക്ടിവിറ്റി തന്നിട്ട് അത് ചെയ്ത് തീർന്നോ എന്ന് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ വേഗം കൈ ഉയർത്തി ചാടി നിന്ന് പറയുന്നവരൊക്കെ കാണുമ്പോൾ നമുക്കും പറയണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ പറഞ്ഞാലോ, കൈ ഉയർത്തി നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരില്ലേ? ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ കിട്ടിയില്ലെങ്കിലോ? ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നാ ഒന്നും വേണ്ട, ഒന്നും മിണ്ടാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ലല്ലോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ വലിയ മടിയാണ്. എല്ലാവരും എന്നെ കണ്ടാലോ, എന്നെ നോക്കിയാലോ, വേണ്ട. എന്നാലോ എല്ലാ കാര്യത്തിലും വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും പറയാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. എന്നിട്ടൊന്നും പറയാനായിട്ട് പറ്റാണ്ട് വാക്കുകൾ ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങി നിന്നിട്ടേ വീർപ്പ് മുട്ടുന്നൊരു നിസ്സഹായാവസ്ഥയും. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ സുഹൃത്തെ. ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം. ഒരു കല്യാണ വീട്ടിൽ പോയാൽ എല്ലാവരുടെയും ഇടയിൽ ഓടി നടന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ചില ആൾക്കാരെ കാണാം. കൊതിയാവും കണ്ടു കഴിഞ്ഞാൽ. അത്രയും ഒന്നും പറ്റില്ലെങ്കിലും ഒന്ന് എഴുന്നേറ്റൊക്കെ പോയി എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റിയാലും മതിയായിരുന്നു എന്ന് നമ്മൾ കരുതാറുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ആരെങ്കിലും വന്ന് മിണ്ടിയാലോ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയും, അത്ര തന്നെ. കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറയാനില്ലാത്ത ഒരവസ്ഥ പോലെയാണ് തോന്നണത്. ഇത് കാണുന്നവർ കരുതുന്നത് എന്താണ്? എന്തൊരു ജാട, തലക്കനം, അഹംഭാവം, അങ്ങനെ അങ്ങനെ എന്തൊക്കെ സന്ദർഭങ്ങളാണല്ലേ. എന്നാലേ ഇതിനെല്ലാം പ്രതിവിധിയുണ്ട്. ആദ്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്നിപ്പോൾ തൊട്ട് എല്ലാ കാര്യത്തിലും മുന്നിട്ടങ്ങോട്ട് ഇറങ്ങണം. ഏതൊരു കാര്യത്തിലും ഉടനടി അഭിപ്രായം പറയുകയും ഒരു ഡിസിഷൻ എടുക്കുകയൊക്കെ ചെയ്യണം വീട്ടിലേ. ഇപ്പോൾ തണുപ്പം മട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കാണ്ട് എല്ലാ കാര്യങ്ങളും ഇൻവോൾവഡ് ആയിട്ടിരിക്കണം. ഇനി പുറത്തേക്ക് ഇറങ്ങിയാലോ, നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കണ പരിചയക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങോട്ട് വിശേഷങ്ങൾ ചോദിക്കാം. കാണുമ്പോൾ തന്നെ നല്ല നിറഞ്ഞ ചിരിയോടുകൂടി എല്ലാവരോടും സംസാരിച്ച് തുടങ്ങാനായിട്ട് നമുക്ക് ശീലിക്കാം. ആ ഒരു നിറഞ്ഞ ചിരി തന്നെയായിരിക്കണം നിങ്ങളുടെ മുഖമുദ്ര. ഇനി ബന്ധുക്കൾ ഒക്കെ കൂടുന്ന ഇടങ്ങളിൽ അങ്ങോട്ട് പോയിട്ട് തന്നെ എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അവരെന്ത് പറയും, എന്ത് കരുതും, നമ്മളിങ്ങനെയല്ലായിരുന്നേ, ഇനിയിപ്പോൾ നമ്മളെ തന്നെ എല്ലാവരും ഇങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നാണ് നമ്മുടെ ചിന്തയെ. നമ്മളെന്താ ചെയ്യണമെന്നുള്ളത് എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ വാച്ച് ചെയ്ത് നമ്മളെ നിരീക്ഷിച്ച് നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. അതുകൊണ്ടാണ് ഒന്നിനും പറ്റാത്തത്. ഇനിയിപ്പോൾ അവരെന്ത് കരുതുമെന്ന് എങ്ങനെയുള്ളൊരു പിന്തിരിപ്പൻ ചിന്തയില്ലേ, അത് വേണ്ട. ഓണക്കാലമൊക്കെ അല്ലേ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തായാലും ഓണാഘോഷം ഉണ്ടായിരിക്കുമല്ലോ. ഒരു മത്സരത്തിലെങ്കിലും പങ്കെടുക്കുന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറച്ച് തീരുമാനം എടുക്കുക. എല്ലാത്തിലും മുൻപന്തിയിൽ തന്നെ നിൽക്കാൻ നോക്കുക. നമ്മൾ എല്ലാ മത്സരത്തിലും എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നില്ല, പക്ഷെ എല്ലാത്തിലും ഇങ്ങനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ മുൻപന്തിയിൽ തന്നെ നിൽക്കുക. അപ്പോൾ തന്നെ കാണാൻ മാറ്റം. എല്ലായിടത്തും നമ്മളിങ്ങനെ കാഴ്ചക്കാരനായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിക്കുന്ന ആൾക്കാരായിട്ടും അങ്ങനെ മാറാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ കൈയടിക്കണ ഒരു ദിവസം ഇന്ന് മുതൽ നമുക്ക് വേണം. അപ്പോൾ ഈ ഓണക്കാലത്തോട് കൂടിയിട്ട് അങ്ങനെ വരട്ടെ. എല്ലാവരും നമ്മൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങാനായിട്ട്. ഇനി പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ജീവനൊടുക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ളതാണ് അടുത്ത വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടാ.